തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇനി. കോഴിക്കോട് കോർപ്പറേഷനിലെ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിലില്ല. കല്ലായിലാണ് VM വിനു മത്സരിക്കുന്നത്. നേരത്തെ കാരപ്പറമ്പ് വാർഡിലാണ് വിനു വോട്ട് ചെയ്തിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകുന്നതിന് അത് എത്രത്തോളം തടസ്സമാകും? രാജീവ്, അതാണ് ഇപ്പോൾ ഉയർന്ന പ്രതിസന്ധി. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി വെച്ചിരിക്കുന്ന VM വിനു വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ്. അതായത് വോട്ടർ ചെയ്യാൻ സാധിക്കില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സ്ഥിതിക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനും നിയമപരമായ തടസ്സങ്ങളുണ്ട്. ഇതാണിപ്പോൾ ഒരു പ്രതിസന്ധി UDFിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കാരപ്പറമ്പ് വാർഡിലാണ് കഴിഞ്ഞ തവണ VM വിനു വോട്ട് ചെയ്തത്. കാരപ്പറമ്പ് വാർഡിലെ വോട്ടർ ലിസ്റ്റിൽ VM വിനുവിന്റെ പേരില്ല. തൊട്ടടുത്തുള്ള മലാപ്പറമ്പും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാഥമികമായും മലാപ്പറമ്പിലും VM വിനുവിന്റെ പേര് വോട്ടർ ലിസ്റ്റിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഇനി എന്താണ് മറിച്ചുള്ള ഇനി പ്രതിസന്ധിക്കുള്ള പരിഹാരം എന്നത് സംബന്ധിച്ചുള്ള തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കല്ലായി വാർഡിലാണ് VM വിനു മത്സരിക്കുന്നത്. കല്ലായിൽ ഇപ്പോൾ വിനുവിന്റെ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യത്തിലുള്ള അവരുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്യും. ഷഹീദ്, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥിക്ക് പ്രാഥമികമായി വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ല. ഇത് എങ്ങനെയാണ് അറിയാതെ പോയത്? അതുതന്നെയാണ് ഏറ്റവും UDFനെ കുഴക്കുന്ന, പ്രത്യേകിച്ചും കോൺഗ്രസിനെ കുഴക്കുന്ന പ്രശ്നം. കാരണം ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായി സംവിധായകൻ VM വിനുവിനെ രംഗത്തിറക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് മുമ്പ് വോട്ടർ പട്ടിക പരിശോധിക്കുകയും വോട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത, ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനുണ്ട്. അത് അവിടെ വീഴ്ചയുണ്ടായി എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ടർ പട്ടിക പരിശോധന സെപ്റ്റംബർ 15-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതിന് മുന്നോടിയായി തന്നെ പരിശോധനയും പരാതികളുണ്ടെങ്കിൽ ആക്ഷേപവും ഒക്കെ പരാതി നൽകി അത് കൃത്യത വരുത്തേണ്ടതാണ്. നേരത്തെ ആ സമയത്ത് VM വിനുവിനെ കോൺഗ്രസ് നേതാക്കൾ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ആലോചനയാണോ അതോ ഇതിനെ നിയമപരമായ എന്തെങ്കിലും നേരിടുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണോ നടക്കുന്നത്? രാജീവ്, അക്കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ഒരു സ്ഥാനാർത്ഥിക്ക്, പ്രത്യേകിച്ചും ഇങ്ങനെ പ്രമുഖനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് മത്സരത്തിന് തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എന്ത് നിലപാട് കോൺഗ്രസ് എടുക്കുമെന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായും ഒരുപക്ഷെ നിയമപരമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യം, നിയമത്തിന്റെ ആനുകൂല്യം. കോഴിക്കോട് UDFന്റെ കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന VM വിനുവിന് വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം വരുന്ന വാർത്ത.